എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. സ്വതന്ത്ര സമരനായകനും സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 രാജ്യമെങ്ങും ശിശുദിനമായാണ് ആചരിച്ചു വരുന്നത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ഏറെ പ്രശസ്തമായതാണ്. ആ സ്നേഹം തിരിച്ചും കുട്ടികൾക്ക് അദ്ദേഹത്തിനോടുണ്ടായിരുന്നു. അവർ നെഹ്റുവിനെ സ്നേഹത്തോടെ ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചു. കുട്ടികളോട് തൻ്റെ പ്രായം മറന്നായിരുന്നു അവരുടെ പ്രിയപ്പെട്ട ചാച്ചാജി ഇടപഴകിയിരുന്നത്. ആഘോഷങ്ങൾ എന്നും ചാച്ചാജിക്ക് ഹരമായിരുന്നു. പിറന്നാളായിരുന്നു ചാച്ചാജിയുടെ ഏറ്റവും വലിയ ആഘോഷവും. എന്നാൽ പിറന്നാൾ കഴിയുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കൊച്ചു ചാച്ചാജിയുണ്ടായിരുന്നു. ഇതിനു കാരണമാകട്ടെ ഇനി ഒരു പിറന്നാൾ ആഘോഷിക്കാൻ 1 വർഷം കഴിയണമെന്ന സങ്കടവും. ആധുനിക ഇന്ത്യയുടെ ശില്പിയായാണ് രാജ്യം നെഹ്റുവിനെ ആദരിക്കുന്നത്. കാശ്മീരിലെ പണ്ഡിറ്റ് സമൂഹത്തിലുള്ള ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതിനാൽ അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നും അറിയപ്പെട്ടു. കുട്ടികളോടുള്ള ഇഷ്ടം പോലെ തന്നെയായിരുന്നു പനിനീർ പൂക്കളോടുള്ള ചാച്ചാജിയുടെ ഇഷ്ടവും. കുട്ടികളെ പരിപാലിക്കുന്നത് പോലെയായിരുന്നു നെഹ്റു തൻ്റെ പൂന്തോട്ടത്തിൽ പൂക്കളെ പരിപാലിച്ചതും. റോസാപ്പൂവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടപുഷ്പവും. റോസാപ്പൂവപ്പൂപ്പൻ എന്ന പേരുപോലും ഉണ്ടായത് അങ്ങനെയാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞു ഇന്ത്യയിലേക്ക് തിരിച്ചുവന്ന നെഹ്റു അലഹബാദ് കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു. പിന്നീട് അഭിഭാഷക ജോലി വിട്ട് അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറുകയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ഇടതുപക്ഷ ചിന്താഗതി വെച്ചുപുലർത്തുന്നവരോടൊപ്പം നിൽക്കാനാണ് നെഹ്റു താൽപ്പര്യപ്പെട്ടത്. PIB സ്വതന്ത്ര സമരനായകനും രാഷ്ട്രശില്പിയും ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയുമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പ്രധാനമന്ത്രിയാണ് താനെന്ന് അദ്ദേഹത്തിന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതിനുപരി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പോലും കുട്ടികളോട് ഇടപഴകാൻ അദ്ദേഹം ഉത്സാഹം കാണിച്ചിരുന്നു. കുട്ടികളോട് സമയം ചിലവഴിക്കാനായിരുന്നു അദ്ദേഹത്തിനേറെയും ഇഷ്ടം. ഒരിക്കൽ ഒരു പൊതുപരിപാടിയിൽ ഒരു പെൺകുട്ടിയുടെ ചോദ്യത്തിന് രസകരമായിരുന്നു നെഹ്റുവിൻ്റെ ഉത്തരം. ആൺകുട്ടികളോടാണോ പെൺകുട്ടികളോടാണോ കൂടുതൽ ഇഷ്ടം എന്നായിരുന്നു പെൺകുട്ടിയുടെ ചോദ്യം. എന്നാൽ അതിമനോഹരമായിരുന്നു നെഹ്റുവിൻ്റെ മറുപടി. ഇപ്പോൾ ഈ സദസ്സിൽ പെൺകുട്ടികളാണല്ലോ കൂടുതൽ, അപ്പോൾ പെൺകുട്ടികളോടാണ് കൂടുതൽ ഇഷ്ടം എന്നായിരുന്നു മറുപടി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആശീസ്സുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. സോഷ്യലിസത്തിലൂന്നിയ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് 4 പതിറ്റാണ്ടുകളോളം ഇന്ത്യയെ നയിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടി. പാശ്ചാത്യ ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവായ മോത്തിലാൽ നെഹ്റു. അതുകൊണ്ടുതന്നെ ഏകമകനെ ഇംഗ്ലണ്ടിൽ അയച്ചു പഠിപ്പിച്ചു. 1905 ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂളിൽ ചേർന്നു. കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് ബിരുദമെടുത്തു. ലണ്ടനിലെ ഇന്നർ ടേബിളിൽ നിന്ന് ബാരിസ്റ്റർ ബിരുദവും നേടിയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി. 1912 അലഹബാദിൽ അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1916 വിവാഹിതനായി. ആ വർഷം ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഗാന്ധിജിക്കൊപ്പം സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണിപ്പോരാളികളിൽ ഒരാളായി മാറുകയും ചെയ്തു. നെഹ്റുവിൻ്റെ വസ്ത്രത്തിൽ എപ്പോഴും റോസാപ്പൂ കാണുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ധാരാളം പേർ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ ദിവസവും എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഗ്രാമവാസിയായ ഒരു സ്ത്രീ നെഹ്റുവിന് ഒരു റോസാപ്പൂ സമ്മാനമായി നൽകുവാനായി ക്യൂവിൽ നിന്നു. എന്നാൽ സുരക്ഷാ ജീവനക്കാർ അവരെ നെഹ്റുവിന് അടുത്തേക്ക് കടത്തിവിട്ടില്ല. വിലപിടിച്ച സമ്മാനങ്ങളും മനോഹരമായ വസ്ത്രം ധരിച്ച സന്ദർശകരെയുമാണ് അവർ കടത്തിവിട്ടത്. ഇത് ആ സ്ത്രീയിൽ മാനസികമായി വളരെ വിഷമമുണ്ടാക്കി.
തൻ്റെ വീട്ടുമുറ്റത്ത് വളർന്ന റോസാപ്പൂവല്ലാതെ മറ്റൊന്നും സമ്മാനമായി നൽകാൻ ആ സ്ത്രീക്ക് ഇല്ലായിരുന്നു. പക്ഷേ നെഹ്റുവിന് തൻ്റെ സമ്മാനം എങ്ങനെയും നൽകണമെന്ന ആഗ്രഹത്താൽ ഓരോ ദിവസവും റോസാപ്പൂവുമായി അവർ കാണാനെത്തി. ഈ വിവരം നെഹ്റു അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം സുരക്ഷാ ജീവനക്കാരുമായി ഒരു സ്ത്രീ തർക്കിക്കുന്നത് നെഹ്റുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെ കടത്തിവിടാൻ നിർദ്ദേശിച്ചു. അവർ കൊണ്ടുവന്ന റോസാപ്പൂ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും കുപ്പായത്തിൻ്റെ ഒരു ഭാഗത്ത് കുത്തിവെക്കുകയും ചെയ്തു. സമ്മാനം എന്തായാലും അത് തരാനുള്ള മനസ്സിനെ നെഹ്റു പ്രകീർത്തിച്ചു. പിന്നീട് നെഹ്റുവിൻ്റെ അടയാളമായി റോസാപ്പൂ മാറി. 1964 മെയ് 27 ന്യൂഡൽഹിയിൽ വെച്ചു ഹാർട്ട് അറ്റാക്ക് മൂലം അദ്ദേഹം ഈ ലോകത്തു നിന്ന് നമ്മോട് വിട പറഞ്ഞു.